ഇത് ഞാനിവിടെ അതാ കുറച്ച് മുട്ടയൊക്കെ ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ടക്കറി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ മിയാ കിച്ചണിൽ കുറേ വെറൈറ്റി മുട്ടക്കറികൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതും ഒരു വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ ഒരുപാട് വലിയ പണിയൊന്നുമില്ല, തക്കാളിയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയാണ് ഒരു മുട്ടക്കറി. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മിയാ കിച്ചണിൽ ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായത് ഇത് എന്താ മുരിങ്ങക്കായും പിന്നെ മുട്ടയും കൂടിയും ചേർത്തിട്ടുള്ള ഒരു കറി. അതും ഒരു മുട്ട റെസിപ്പി തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് മുരിങ്ങക്കായൊക്കെ ചേർത്തിട്ട് അതായിരുന്നാലും നമുക്ക് തേങ്ങയൊന്നും ആവശ്യമൊന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണത്. പിന്നെ അതിന് മുമ്പത്തെ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കുമ്പളങ്ങയുടെ മറ്റേ ഒരു കുമ്പളങ്ങ കണ്ടിട്ട് ഞാനൊരു ഒരു തോരൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഇങ്ങനെ വയനാട്ടിലോട്ട് അങ്ങനെ പേര് പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു പേര് ഇട്ടെന്ന് മാത്രം. അങ്ങനെ കുറേ വീഡിയോസുകൾ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും നല്ല ടേസ്റ്റ് ആയിട്ട് അത്. സാധാരണ ഞാൻ കടയിലേക്ക് കാണുമ്പോൾ ഞാൻ അങ്ങനെ വാങ്ങാറില്ല. ഞാൻ വിചാരിച്ചു അതിന് പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അത് അങ്ങനെ ഒരു പേരിട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അതിന് വയനാട്ടിലൊക്കെ പറയുന്നത്. ഞാനിട്ടേക്കുന്ന പേരല്ല. അങ്ങനെ ഒരു പേരിടുമ്പോൾ കൂടുതൽ ആൾക്കാർ നോക്കും. അപ്പോൾ അത് ശരിക്കും നമ്മൾ സാധാരണ മലയാളീസ് അങ്ങനെ അത് വെച്ചിട്ട് നമ്മളൊന്നും ഉണ്ടാക്കാറില്ല. അത് വെച്ചിട്ട് കറിയാക്കി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എല്ലാവരും നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ പേരിട്ടത്. അപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ ഫണ്ണി കമൻസ് ഒക്കെ ആയിട്ട് കുറേ കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നിങ്ങൾ എനിക്കതൊരു കടയിലേക്ക് ഇങ്ങനെ ചവച്ചവെന്നാണ് പറയണേന്നോണം. അപ്പോൾ അത് കടയിൽ കാണുമ്പോൾ നിങ്ങളത് വാങ്ങണം കേട്ടോ. അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയാൽ പോലെ തോരൻ ഉണ്ടാക്കി നോക്കാം. ശരിക്കും നല്ല നല്ല ടേസ്റ്റ് അത്. നിങ്ങൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വാങ്ങും. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. 2-3 ദിവസമായിട്ട് നല്ല മടിയായിരുന്നു. ഇന്നിപ്പോൾ അകത്തേക്ക് ഒരു വെട്ടമൊക്കെ വന്നിട്ടുണ്ട്, പുറത്തൊന്ന് വെയിലൊക്കെ തെളിയുന്നുണ്ട്. പിന്നെ നമ്മുടെ ആസ്പിൻകുട്ടൻ നല്ല ഉറക്കാണ്. പിന്നെ നീന സ്കൂളിൽ പോയേക്കാണ്. ഞാൻ തനിച്ചുള്ളൂ. കോൾസെറ്റ് നാട്ടിൽ പോയേക്കാണ്. പറഞ്ഞിട്ടുണ്ടായില്ലേ നാട്ടിൽ പോകുന്നു, കുറച്ച് ദിവസത്തേക്ക് പോയേക്കുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മുട്ടക്കറി നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അതാ വലിയൊരു സവോള എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു 6 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, ഇതിപ്പോൾ ചെറിയ കഷ്ണം ആയതുകൊണ്ട് 2 കഷ്ണമായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. ഇത് ഫസ്റ്റ് നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് വഴറ്റിയിട്ട് നമ്മളൊന്ന് അരച്ചിട്ട് എടുക്കും. അപ്പോൾ പ്രത്യേകിച്ച് വലിയൊരു ഷേപ്പൊന്നും വേണമെന്നില്ല. പെട്ടെന്ന് നമുക്കൊന്ന് വളർന്നു കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് മറ്റൊന്ന് സ്ലൈസ് ചെയ്തിട്ടല്ല എടുക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ പച്ചമുളക് ജസ്റ്റ് ഒന്ന് 2ആയിട്ടൊന്ന് കീറിയിട്ടെടുക്കും. നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് വഴറ്റുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട്. ഇത്രയ്ക്ക് കശുവണ്ടി എടുത്തിട്ടുണ്ട്. കശുവണ്ടിക്ക് പകരം നിങ്ങൾക്ക് ബദാം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബദാം ചേർക്കട്ടെ. ബദാം ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ വലിയ ജീരകം ചേർക്കാട്ടെ. അതാ ഇത്രയ്ക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ വലിയ ജീരകം. നമ്മുടെ പെരുംജീരകം ഉണ്ടല്ലോ അത്. അതേപോലെ തന്നെ ചെറിയ ജീരകം, അതും ഒരു 1/4 ടേബിൾ സ്പൂൺ. ഇതാ ഒരുപാട് ചേർക്കണ്ട കേട്ടോ. അത് 2 നന്നായിട്ടൊന്ന് മുരിയട്ടെ. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാണ് കശുവണ്ടിയും ചേർക്കാണ്. അപ്പോൾ നമ്മുടെ വലിയ ജീരകവും ചെറിയ ജീരകവും മുരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കശുവണ്ടി ആയിരുന്നാലും എന്താ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നന്നായിട്ട് മൊരിയാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം പിന്നെ ഈ മസാല നമ്മൾ അരച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ നന്നായിട്ട് വേവിക്കും. അത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. ഇനി നമ്മുടെ കറിയിലേക്ക് കുറച്ച് പുതിനയില വേണം. അപ്പോൾ നമ്മുടെ അവിടെ പുതിനയില ഉണ്ടായിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിൽ പുല്ലുമായിട്ടുണ്ടായിരുന്നു സൗണ്ടായിട്ട്. ആകാശത്തിൻ്റെ കളർ നോക്കിയൊക്കെ നല്ല നീല കളർ. ഇപ്പം നമ്മുടെ പുതിനയില ഇതാ ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്.
ഓക്കെ. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാറായിട്ടുണ്ട്. മരത്തിൻ്റെ ഈ പൊടികളൊക്കെ വീണ് കിടക്കണേക്ക് കാണണം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഇതാ മല്ലിയിലയും പിന്നെ പുതിനയിലയും എടുത്തിട്ടുണ്ട്. അതും കൂടിയിട്ട് ചേർക്കട്ടെ. ഇതാ ഇത്രയ്ക്ക് പുതിനയില എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ അതുകൊണ്ടായിട്ട് നമ്മളത് ചെറുതാക്കാണ്ട് മുഴുവനായിട്ട് ചേർത്തത്. അത് കുറേ നേരം ഇട്ടിട്ട് മാറ്റണ്ട. ജസ്റ്റ് അതിനകത്തൊന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ എടുത്ത് മാറ്റാം. അപ്പം ഇനി ഇത് നമ്മൾ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ഇതിൻ്റെ ഈ ഓയിൽ എടുക്കണ്ട. ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇത് മാത്രം എടുക്കാം. ഇത് ഒന്നിരുന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമുക്ക് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചിട്ടെടുക്കാം. ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട ഞാനിവിടെ നിങ്ങൾക്ക് എത്ര മുട്ട വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് എടുക്കാം. ഞാനിവിടെ 4 മുട്ടയായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയെടുക്കുന്നത് നമ്മൾ മിക്ക വീഡിയോയിലും നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുമ്പോൾ കാണിക്കാറുണ്ട്. കുക്കറിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് മുട്ട ഇടുക. എന്നിട്ട് കുക്കർ അടച്ച് വയ്ക്കുക. കുക്കറിൽ നിന്ന് ഒറ്റ വിസിൽ വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം മുഴുവൻ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ കുക്കർ തുറക്കുക. മുട്ട നല്ല കറക്റ്റ് ഭാഗത്തിന് വെന്ത് കിട്ടും. അങ്ങനെ കുക്കറിലിട്ടിട്ട് മുട്ട പുഴുങ്ങിയിട്ട് എടുക്കുമ്പോഴേ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടുകയും ചെയ്യും. ഇത് ചെറുതായിട്ട് വാട്ടിയ പോലെ വേണമെന്ന് വെച്ചാൽ ഒറ്റ വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്റ്റീമാ കളയുക. എന്നിട്ട് കുക്കർ തുറക്കുക. അപ്പോൾ നമുക്ക് മുട്ട വാട്ടിയ പോലെ കിട്ടും. ചിലപ്പോൾ രാവിലെയൊക്കെ നമുക്ക് മുട്ട വാട്ടിയത് കഴിക്കാനായിരിക്കുമല്ലോ ഇഷ്ടം. എനിക്ക് മുട്ട വാട്ടിയത് കഴിക്കാനാണ് ഇഷ്ടം. ഇതിരുന്നിട്ട് ചൂടാറിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇടട്ടെ. ഇത് നമ്മുടെ സുജാത മിക്സി കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കൺവെർട്ടർ വെച്ചാൽ മാത്രമേ ഓടുള്ളൂ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ ചെന്ന് ഇപ്പോൾ മമ്മിയുടെ അടുത്ത് ഒരു പുതിയ മിക്സി കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളതിനെ ബോഷാന്ന് തോന്നുന്നു. ബോഷ് നല്ല സൂപ്പർ മിക്സി കേട്ടോ. ഈ സുജാതേനേക്കാളും അടിപൊളിയാണ്. അപ്പോൾ അത് നമ്മൾ നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇച്ചിരി വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചേക്കണം നമ്മുടെ മസാല ചേർക്കട്ടെ. അത് ഞാൻ ഈ മിക്സിയിൽ നിന്ന് ആദ്യം പുറത്തേക്ക് എടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാടായി. ഈ ഒന്ന് കുറച്ച് വയ്ക്കേ. ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം കൂടി ചേർക്കണ്ടേ. ഇതിങ്ങനെ ഈ മസാല ഉണ്ടാക്കിയിട്ട് ചിക്കൻ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ചേർക്കാം. ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ചിക്കൻ ചേർക്കാം. അതിൻ്റെ പിന്നെ സാധാരണ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ചിക്കൻ റോസ്റ്റ് ചെയ്തെടുത്താലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കാം. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഇത് നമ്മൾ സെപ്പറേറ്റ് ചേർക്കണില്ല. കാരണം ഇനി ഇത് മസാലയിൽ കിടന്നിട്ട് മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് വെന്തോളും. മല്ലിപ്പൊടി ഇടുക. അത് അതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ കുമ്പാരം പോലെ എടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ. പിന്നെ മുളക് പൊടി. നമ്മൾ ഇതിലേക്ക് പച്ചമുളക് അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് അരച്ച് ചേർത്തോട്ടെ. മുളക് പൊടി ഒരുപാട് ചേർക്കണ്ട. പച്ചമുളക് എരിവിന് കൂടുതൽ ചേർത്താൽ മതി. പിന്നെ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത്. ഇപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഗരം മസാല ഇട്ടാൽ. ഗരം മസാല ഞാനിതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇത്രയ്ക്ക് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഗ്രേവിക്ക് ഒന്ന് റെഡി ആയി കഴിയുമ്പോൾ പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. കാരണം നമ്മൾ പലരും എടുക്കണ ഗരം മസാലയുടെ ടേസ്റ്റിലേക്ക് വ്യത്യാസം ഉണ്ടാവും. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് തൈരും കൂടിയിട്ട് ചേർക്കോട്ടെ. ഇത് പതുക്കെ ഒന്ന് കൂട്ടി വയ്ക്കാം. ഇങ്ങനത്തെ ഓയിൽ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കും. പിന്നെ തൈരും ചേർക്കും. ഫസ്റ്റ് ഇതിൻ്റെ ആ മസാല നമ്മൾ ചേർത്തില്ലേ, അതൊക്കെ ഇതിനകത്ത് കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഓയിലൊന്ന് തെളിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എന്ത് കറി ഉണ്ടാക്കുമ്പോഴായിരുന്നാലും ഇതിൽ നിന്ന് കുറച്ച് ഇട്ടാൽ മതി കറികളിലേക്ക്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കറികൾക്ക്. അങ്ങനെ വേണമെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന മുട്ടക്കറി ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ചിക്കൻ കറി ഉണ്ടാക്കുക.
പിന്നെ നല്ല ടേസ്റ്റുള്ള ഒരു ഗ്രേവി മസാലയാണിത്. അപ്പോൾ ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് ഓയിൽ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരട്ടെ. പിന്നെ എടുക്കുമ്പോൾ കുറച്ച് വലിയൊരു കുഴിയുള്ള ഒരു പാൻ എടുക്കുക. അപ്പോൾ നമുക്ക് ഇളക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഞാൻ സാധനം ഇപ്പം കുഴിയുള്ളത് എടുക്കുക. എനിക്ക് പറഞ്ഞത് അത്ര ഇഷ്ടമില്ല, കാരണം ഓയിലൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തെറിക്കും. പിന്നെ ക്ലീനിങ് ഭയങ്കര പാടായിരിക്കും. ഞാനെടുത്തേക്കണത് ഈ പാൻ ഉണ്ടല്ലോ, ഇത് കാർബോൺ എന്ന് പറഞ്ഞിട്ട് ഒരു മെറ്റലില്ലേ, ആ പാനാട്ടോ. നല്ല പാനാണ്. അതിനകത്ത് ഓയിലൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരട്ടെ. ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചൂടുവെള്ളം റെഡി ആക്കിയിട്ട് വയ്ക്കുക. ഞാൻ നോക്കിക്കേ. അപ്പോൾ ഇതിനകത്ത് ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും എടുക്കൊന്നുമില്ല ഓയിൽ തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാനിവിടെ തൈര് ചേർക്കുന്നുണ്ട്. തൈര് ഞാൻ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 4 ടേബിൾ സ്പൂൺ തൈരുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാട്ടോ. നല്ല പുളിയുള്ള തൈരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. നാട്ടിലെ തൈരൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നല്ല പുളി ഉണ്ടാവും. ഇത് ഞാനിവിടെ എടുത്തത് ഗ്രീക്ക് യോഗട്ടായിട്ട് എടുത്തത്. അതാകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു തിക്കായിട്ടിരിക്കും. കുറച്ചും കൂടി നല്ലൊരു ക്രീമി ആയിട്ടിരിക്കും. അത് തന്നെ ചേർക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്തോ, നല്ലതാണ്. പിന്നെ അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ ഗ്രീക്ക് യോഗട്ട് നമ്മൾ കറികളിലൊക്കെ ചേർക്കുമ്പോൾ മിക്സിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് നമ്മൾ എടുക്കുക. തൈരൊക്കെ എപ്പോഴും ഒരു ഇച്ചിരി വെള്ളം ചേർത്തിട്ട് കറക്കിയിട്ട് എടുക്കണമെങ്കിൽ ഭയങ്കര തിക്കായിട്ടിരിക്കും നമ്മൾ കറിയിലിടുമ്പോൾ. പിന്നെ ആ കറിയിൽ ഒഴിച്ചാൽ നമുക്ക് ആ ശരിക്കുള്ള ഒരു ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ നമ്മുടെ തൈരും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർക്കട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേത്തി ചേർക്കാം. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഗരം മസാല വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗരം മസാല ചേർക്കാം. തീ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട. അപ്പോൾ കസൂരി മേത്തി ചേർക്കാം കേട്ടോ. കസൂരി മേത്തി ചേർക്കുമ്പോൾ എപ്പോഴും കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ തിരുമ്മിയിട്ട് ചേർക്കാം. അപ്പോൾ അതിൻ്റെ ആ സ്മെല്ല് ശരിക്കും പുറത്തേക്ക് വരാം. അത് ഇത്രയ്ക്ക് ചേർത്തോട്ടെ. അത് ചേർക്കുമ്പോഴായിരിക്കും നല്ലൊരു ഫ്ലേവർ കിട്ടുക. നല്ല സൂപ്പർ ഫ്ലേവറായിരിക്കും. അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിൽ മൂടി വയ്ക്കാം കേട്ടോ. കാരണം തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് തെറിക്കും എല്ലായിടത്തേക്കും. അപ്പോൾ നോക്കിക്കേ, ഇതിനകത്ത് ഓയിലൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വന്നിട്ട് ഞാനിവിടെ ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് വളരെ ചെറിയ തീയിലായിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ഈ നിങ്ങൾക്കിപ്പോൾ എഗ് ബിരിയാണി ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഈ സെയിം മസാലയിൽ തന്നെ റൈസ് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് റൈസ് ബിരിയാണി ഉണ്ടാക്കണുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് അതനുസരിച്ചിട്ടുള്ള ഗ്രേവി മാറ്റാം. എന്നിട്ട് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ചേർക്കുക അതിനകത്ത്. എന്നിട്ട് റൈസും കൂടിയിട്ട് ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഏറ്റവും ചെറിയ അടുപ്പ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഒരു 20 മിനിറ്റ് നന്നായിട്ട് അടച്ച് വയ്ക്കുക. 20 മിനിറ്റിന് മുമ്പ് തുറക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആവിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചോറ് നമുക്ക് വെന്ത് കിട്ടില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് മുട്ടയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ അരി ചേർക്കാൻ പോകണേലുമ്പോൾ മുട്ടയും കൂടിയിട്ട് ചേർത്തിട്ട് അങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കുക. ഒരു 3 കപ്പ് അരിയൊക്കെ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഗരം മസാല തന്നെ എടുത്തോ. ഇനിയിപ്പോൾ 1 കപ്പ് അരിയെ ചേർക്കണുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു പകുതി ഗരം മസാല അങ്ങോട്ട് മാറ്റിക്കോ. അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ് ബിരിയാണിയും ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിതിലേക്ക് കുറച്ചല്ല ഒരു 3 പച്ചമുളകും ചേർക്കുന്നുണ്ട്. പിന്നെ മുട്ട ജസ്റ്റ് ഇങ്ങനെ നമുക്കൊന്ന് വരഞ്ഞിട്ടിടാം. അപ്പോൾ മുട്ടക്കറി ആയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടക്കറി ആയിട്ട് ഉണ്ടാക്കുക. എഗ് ബിരിയാണി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പറഞ്ഞ പോലെ വെള്ളം ചേർക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. അരി ഫസ്റ്റ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു 15-20 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്. അപ്പോൾ നമ്മുടെ അത്രയ്ക്ക് വെള്ളത്തിൽ നമ്മുടെ റൈസ് വെന്ത് കിട്ടില്ല. പിന്നെ ഏറ്റവും ചെറിയ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കണം. കാരണം ചെറിയ ആവിയിൽ ഇരുന്നിട്ട് വെന്ത് വരണം. എന്നാലും അത്രയ്ക്ക് വെള്ളത്തിൽ നമ്മുടെ ബിരിയാണി റൈസ് വെന്ത് വരുള്ളൂ. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ റൈസിൻ്റെ ഉള്ളിലേക്കാണ്ട് വെള്ളം കയറും, റൈസ് ആകെ കുഴഞ്ഞ പോലെയാവും. അത്രയ്ക്ക് വെള്ളത്തിൽ റൈസ് വേവിച്ചിട്ടെടുക്കണം. അവിടെ മുട്ടയും നമ്മൾ വരഞ്ഞ് ചേർത്തിട്ട് മുട്ടയും കൂടിയും ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നോക്കിയാൽ വളരെ ചെറിയ തീയിൽ തന്നെയായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നല്ല കറക്റ്റ് ഭാഗമായിട്ടുണ്ട്. ഗരം മസാല ഒരു പൊടിക്ക് കുറവുണ്ട്. ഇച്ചിരി ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ
റൈസൊക്കെ ചേർക്കണേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി പോലെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഗ്രേവി എടുക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു പൊട്ടിക്ക് ഗരം മസാല കൂടുതൽ ചേർത്തോട്ടെ. അപ്പോൾ ഈ നമ്മുടെ കറി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല പുളിയുള്ള തൈരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര പുളിയായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. പിന്നെ കറി റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ ഒരു ഇച്ചിരി ഓയിൽ കൂടുതൽ ഒഴിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരുപാടല്ല, സാധാരണ നമ്മൾ കറിക്ക് വയ്ക്കുന്നതിനേക്കാൾ ഒരു ഇച്ചിരി ഓയിൽ കൂടുതൽ ചേർക്കാം. അതായത് ലാസ്റ്റ് കറി റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓയിലെങ്ങാനും തെളിഞ്ഞ് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓയിൽ അങ്ങോട്ട് മാറ്റിയാൽ മതി. കാരണം മസാല നന്നായിട്ട് മുരിയണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്.